Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസി ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന് റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നതാണ്. നീതി ആയോഗ്. നീതി ആയോഗ് എന്താണ്, അതിൻ്റെ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് വരാറുള്ള ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള ഡിഫറൻസ് വരാറുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ നീതി ആയോഗ് ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ. മറ്റൊരു ക്വസ്റ്റ്യൻ. സോ നീതി ആയോഗിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സോ അതാണ് ആദ്യത്തെ സജഷൻ നൽകാനുള്ള. ദെൻ രണ്ടാമത് 3 ടോപ്പിക്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം. മിക്ക പേപ്പറിലും പ്രൈവറ്റൈസേഷനാണ് കണ്ടുവരാറ്, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷനോ. LPG അല്ലെങ്കിൽ മുഴുവൻ എഴുതി പോവാം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPG ഈ 3-ലെ ഏതെങ്കിലും ഒരെണ്ണം, അതിൻ്റെ മെറിറ്റ്സ് അതുപോലെ തന്നെ ഡിമെറിറ്റ്സ് പഠിക്കുക. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഏതെങ്കിലും ഒരു പാർട്ടിൽ, ചില സമയത്ത് എസ്സയും നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3 നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൊല്യൂഷൻ ഏരിയയിൽ നിന്നാണ്. പൊല്യൂഷനിൽ 3 ടൈപ്പ് പൊല്യൂഷൻ ഉണ്ട് നമുക്ക്. എയർ, വാട്ടർ, ലാൻഡ്. ഇതിൽ ഏതെങ്കിലും ഒരു പൊല്യൂഷൻ എടുത്ത് ചോദിക്കും. ദെൻ അതിൻ്റെ കോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇതാണ് മറ്റ് ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ്, ദി കൺസെപ്റ്റ് ഓഫ് ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. ഇതിലേതെങ്കിലും ഒരു പോളിസീനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറൻസും ചോദിക്കാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഡിഫറൻസും ഇതിൻ്റെ കൺസെപ്റ്റും നിർബന്ധമായും പഠിക്കുക. കൺസെപ്റ്റ്. ദെൻ മോണിറ്ററി പോളിസിയുടെ ടൂൾസ് ഒരു പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നോക്കി വയ്ക്കുക. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. നെക്സ്റ്റ്, GST, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട്. അങ്ങനെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അത് നമുക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് മിക്ക പേപ്പറിലും മാറി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഫെമ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഫെമ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സിം പോളിസി. എക്സിം പോളിസീനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സിം പോളിസി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തത്. അതുപോലെ തന്നെ നെക്സ്റ്റ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, അതിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ്,
ഒരു പ്രാവശ്യം കണ്ടുവന്നിട്ടൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഓക്കെ, നമുക്ക് നോക്കാം. ദെൻ RTI ആക്ട് നോക്കിയിരിക്കണം 2005 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. RTI ചില സമയത്ത് 2 മാർക്സിന് വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് 2 മാർക്സിന് 2 വെയിറ്റേജിലും വരാറുണ്ട്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഓക്കെ. ദെൻ നെക്സ്റ്റ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? 2 വെയിറ്റേജിലും വരാറുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ലോനെ പറ്റിയിട്ട് കോമ്പറ്റീഷൻ ലോ എന്താണ്, അതിൻ്റെ സ്കോപ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ റീജിയണൽ ഇംബാലൻസസിനെ പറ്റിയിട്ട് റീജിയണൽ ഇംബാലൻസസ് അതിൻ്റെ കാരണങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം വിട്ടുപോയി, നമ്മൾ ബ്ലാക്ക് മണി റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലാക്ക് മണി അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ കാരണങ്ങൾ, റീജിയണൽ ഇംബാലൻസസിൻ്റെ പറ്റിയിട്ടുള്ള കാരണങ്ങൾ ചോദിക്കാറുണ്ട്. ബ്ലാക്ക് മണി അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ. ബ്ലാക്ക് മണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ് ക്വാളിറ്റി സർക്കിൾ എന്താണ്? ഷോർട്ട് നോട്ട്, ക്വാളിറ്റി സർക്കിൾ എന്താണ്? തന്നെ ഒരു സജഷൻ കൂടി നൽകാനുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ബേസിക്സ് ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് ചില സമയത്ത് ഇതും വരാറുണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ 3 വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഇപ്പോൾ നൽകിയത്. ഇപ്പോൾ നീതി ആയോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡിഫറൻസ് പ്ലാനിംഗ് കമ്മീഷനായിട്ടുള്ള വരാറുണ്ട്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, പൊല്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം, അതിൻ്റെ കോസസ്, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, അതിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ടൂൾസ്, GSTയുടെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഫെമ, അതുപോലെ തന്നെ എക്സിം പോളിസി, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, ദെൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഇക്കോണമി, RTI അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വരാറുണ്ട്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കൺസെപ്റ്റ്, കോമ്പറ്റീഷൻ ലോയുടെ സ്കോപ്പ്, റീജിയണൽ ഇംബാലൻസസ് എന്താണ് വരാറുള്ളതാണ്, ബ്ലാക്ക് മണി, അതുപോലെ തന്നെ പോവേർട്ടി കൂടെ വയ്ക്കാനുള്ള ഒന്നാണ് പോവേർട്ടി, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ക്വാളിറ്റി സർക്കിൾ, ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ. സോ ഇനി ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.